ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു MS സൊല്യൂഷൻ. ഇനി എന്തിന് വേറെ സൊല്യൂഷൻ. അപ്പോൾ ക്രിസ്മസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എൻ്റെ മക്കൾക്ക് ബയോളജി നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് ചിത്രങ്ങൾ, ഒരുപാട് ചിത്രങ്ങളുണ്ട്. അതിലെ പാർട്ട് 1 ആണിത്. അപ്പോൾ എൻ്റെ മക്കൾക്ക് ഈ ഒരു വീഡിയോ ഏറ്റവും യൂസ്ഫുൾ ആണെങ്കിൽ പാർട്ട് 2 വേണമെങ്കിൽ എൻ്റെ മക്കൾ എന്താവണം, കമൻറ്റ് ചെയ്താൽ നമ്മൾ പാർട്ട് 2 വീഡിയോ ആയിട്ട് എൻ്റെ മക്കളുടെ അടുത്തേക്ക് വരും. അപ്പോൾ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ 4ാം ചാപ്റ്ററിൽ ചിത്രങ്ങളുടെ അളവുകളൊക്കെ കുറവാണ്. ഹോർമോൺസുകളെ കുറിച്ചാണല്ലോ സംസാരിക്കേണ്ടത്. 5ാം ചാപ്റ്ററിൽ ഉണ്ട്, നമുക്ക് അതിലേക്ക് വരാം. നമ്മൾ 3ാം ചാപ്റ്ററിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നോക്കേണ്ട കുറച്ച് ചിത്രങ്ങൾ, ഒരുപാട് ചിത്രങ്ങളുണ്ട് 3ാം ചാപ്റ്ററിൽ. അപ്പോൾ എൻ്റെ മക്കൾ നോക്കിയിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയില്ല കുറച്ച് ചിത്രങ്ങൾ. അതിൽ ഒന്നാമത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം ഐനെ കുറിച്ച്, കണ്ണിനെ കുറിച്ച്. കണ്ണിൻ്റെ ചിത്രം എല്ലാവരും ചോദിക്കും. അതിലെ 11-12 ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ ചോദിക്കും. ആദ്യം തന്നെ നമ്മൾ നോക്കണ്ടേ, കണ്ണിൻ്റെ 3 ലെയേഴ്സ് ഉണ്ട്. സ്ക്ലീറ, കൊറോയിഡ്, റെറ്റിന. ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം. ഓക്കെ, സെറ്റാണല്ലോ. അവിടെ നേരെ വന്നിട്ട് ഇതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചത് ഈ ഒരു ഭാഗം അടയാളപ്പെടുത്താൻ ചോദിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗമാണ് മക്കളെ മുന്നോട്ട് തള്ളി നിൽക്കുന്ന ഈ ഭാഗമല്ലേ കോർണിയ. ഓക്കെ, പിന്നെ ഒരുപാട് കുട്ടികൾക്ക് തെറ്റുന്ന ഒരു ഭാഗമാണ് കോർണിയ കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗം അടയാളപ്പെടുത്തും. കാണുന്നുണ്ട് വിചാരിക്കുന്നു. ഇത് ലെൻസാണ്, ഇതല്ല. ഈ ഒരു ഭാഗം ഇതാണ് മക്കളെ പ്യൂപ്പിൾ. അപ്പോൾ ഇവിടെ ഈ 2 വടി പോലെ കാണുന്ന ഈ സാധനം ഇനി ചില ആൾക്കാർക്ക് ഇത് എന്താ സാറ് ഈ ഒരു ഭാഗം ക്ലിയർ ആവുന്നില്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഈ ചാപ്റ്ററിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ സാറ് 3rd ചാപ്റ്ററിന് നമ്മളെ ലൈവ് സീരീസ് നോക്കിയാൽ മതി. ബിഹൈൻഡ് സെൻസേഷൻ അല്ലേ, നമ്മുടെ ആ ഒരു സംവേദനകൾ പിന്നിന്നുള്ള നമ്മുടെ ചാപ്റ്റർ ഏറ്റവും സെറ്റാക്കിയിട്ട് സാർ തന്നിട്ടുണ്ട്. കണ്ണൊക്കെ എൻ്റെ മക്കൾക്ക് ഏറ്റവും ക്ലിയർ ആയി എന്നുള്ള കമൻറ്റൊക്കെ നമ്മൾ കണ്ടു. എല്ലാ ഭാഗവും ക്ലിയർ ആയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ അത് വ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സംശയമുള്ള ആൾക്കാരുണ്ടാവുക, അവിടെ പോയി കാണാം കേട്ടോ. ഇതാണ് നമ്മളെന്ത് ഐറിസ് എന്ന് പറഞ്ഞ ഭാഗം, ഐറിസ്. ഓക്കെ, ഇതെല്ലാം സെറ്റാണല്ലോ. ഇനി നമ്മളിത് ചോദിക്കാൻ പോകുന്നത് ഏറ്റവും ഈ ഒരു ടെക്സ്റ്റ് ബുക്ക്, കഴിഞ്ഞ പോലത്തെ ടെക്സ്റ്റ് ബുക്ക് എന്ന് മാറിയിട്ട് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിലേക്ക് മാറുന്ന സമയത്ത് ഇവിടെയാണ് പുതിയ ഒരു കണ്ടന്റ് വന്നത്. അതായത് ഈ ഒരു റെറ്റിനയെ 3ആയി തിരിച്ചിട്ടുണ്ട്. ഏറ്റവും താഴത്തുള്ള ഈ ലെയറിനെ വിളിക്കുന്ന പേരാണ് ഫോട്ടോ റിസെപ്റ്റർ സെൽ ലെയർ, അതായത് പ്രകാശഗ്രാഹികളുടെ പാളി. ഈ രണ്ടാമത്തേതാണ് ബൈപോളാർ കോശപാളി, ബൈപോളാർ സെൽ ലെയർ. ഈ ഒരു മുകളിലുള്ളതാണ് ഗാംഗ്ലിയൻ കോശപാളി, ഗാംഗ്ലിയൻ സെൽ ലെയർ. അപ്പോൾ ഈ ഒരു കണ്ണിൻ്റെ ചിത്രം എൻ്റെ മക്കൾ എന്തായാലും പഠിക്കാതെ, അത് ചിത്രം വരക്കം പഠിക്കാതെ ഒരിക്കലും പോകരുത്. പിന്നെ ഏറ്റവും ചോദിക്കാൻ പോകുന്നതാണ്, ഇവിടെ ഒരു സ്പോട്ട് തരും. ഇതാണ് പീതബിന്ദു, മാക്യൂല അല്ലെങ്കിൽ യെല്ലോ സ്പോട്ട്. ഇനി ഇവിടെ തരും, ഇതാണ് ചോദിക്കാറ് കേട്ടോ. ഇതാണ് ചോദിച്ചിട്ടുള്ളത്. കുറേ കുട്ടികൾക്ക് തെറ്റിക്കണതായതുകൊണ്ട് ആദ്യം ഈ ചിത്രം തരും, ഇത് പകർത്തി വരയ്ക്കാൻ പറയും. ഇത് നമ്മളെന്താണ് റീഡറോ നിർബന്ധമുണ്ട് മക്കളെ, പഠിച്ചിരിക്കണം. ഇതാണ് യെല്ലോ സ്പോട്ട്, ഇതാണ് ബ്ലൈൻഡ് സ്പോട്ട്. ഇതിൻ്റെ പ്രത്യേകത അറിയാലോ, ഇവിടെയാണ് കോൺസെൽസ് കൂടുതൽ കാണുക, കോൺകോശം കൂടുതൽ കാണുക. ഇവിടെയാണ് ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഒന്നുമില്ല, കാണപ്പെടാത്ത ഭാഗമാണെന്ത് ഈ ഒരു ഭാഗം. ഇത് ചോദിക്കും 100%. നോക്കി വെച്ചോ. ജുനു സാറ് പറഞ്ഞ ഒന്നും വരാൻ നിന്നിട്ടില്ല, എൻ്റെ മക്കൾ എന്താവാ നോക്കി വെച്ചിരിക്കണം. ഓക്കെ, അടുത്ത ചോദ്യം ചെവിയുടെ ഭാഗം. ചെവിയെ നമ്മൾ 3ആയി തിരിച്ചിട്ടുണ്ട്. എന്താണ്? ഔട്ടർ ഇയർ, മിഡിൽ ഇയർ, ഇന്നർ ഇയർ. അതായത് ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. ഇങ്ങനെ പറഞ്ഞ സമയത്ത് ചെവിയുടെ ഭാഗം ഏറ്റവും പുറമെയുള്ളതിൻ്റെ പേരാണ് പിന്ന, ചെവിക്കുട എന്ന് പറയും. പിന്നെ ഉള്ളിലേക്ക് പോകുന്നതാണ് കർണനാളം അല്ലേ, ഒരിച്ചറി കനാൽ. അവിടുന്ന് പിന്നെ ഈ ഒരു ഭാഗത്തെ അടയാളപ്പെടുത്താൻ ചോദിച്ചിട്ടുണ്ട്. അതാണ് ടിംബാനം അല്ലെങ്കിൽ കർണപടം. ഓക്കെ, അവിടുന്ന് നമുക്കിതാ ഈ ഒരു 3 ആൾക്കാരെ നല്ല നോക്കി വെക്കണം. മാലിയസ്, ഇംഗസ്, ചേപ്പീസ്. എന്താണ് മാലിയസ്, ഇംഗസ്, ചേപ്പീസ്? ഇതിൻ്റെ ചിത്രം ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽ ആയി തന്നിട്ടുണ്ട്. ഇത് മക്കളെ ഓർത്ത് വെച്ചോ. ടെക്സ്റ്റ് ബുക്ക് സെപ്പറേറ്റ് തന്നെ പേപ്പർ തന്നിട്ടുണ്ടെങ്കിൽ ഇത് അടയാളപ്പെടുത്താൻ ചോദിക്കും. മാലിയസ്, ഇംഗസ്, ചേപ്പീസ്. ഇതിനെ 3നെയും വിളിക്കുന്ന പേരാണ് അസ്റ്റ്രിശൃംഖല അല്ലെങ്കിൽ ഇയർ ഓസിക്കിൾസ് എന്ന് പറയും. അസ്റ്റ്രിശൃംഖല അല്ലെങ്കിൽ ഇയർ ഓസിക്കിൾസ്. അവിടുന്ന് ഇങ്ങനെ താഴോട്ട് പോണ യൂസ്റ്റേഷൻ കനാൽ. ഇതിൻ്റെയൊക്കെ പ്രത്യേകതയും ഫങ്ഷൻസും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. യൂസ്റ്റേഷൻ കനാലിൻ്റെ പ്രത്യേകത എന്താ? 4 സെൻറ്റിമീറ്റർ ലോങ്, 4 സെൻറ്റിമീറ്റർ നീളമുണ്ട്. മിഡിൽ ഇയർന്ന് ഇതല്ലേ, മധ്യകർണത്തിൽ നിന്ന് എവിടേക്ക് എത്തിക്കുന്നു? ഫാരിങ്സ്, ഗ്രസനിയിലേക്ക് എത്തിക്കുന്നു. ഫാരിങ്സ് ആണ് ഈ ഒരു ഭാഗത്തേക്ക് ഒരു കോയിൽ പോകുന്നുണ്ട്. ഇതെന്തിനെ സഹായിക്കുക? ഈ ടിംബാനത്തിൻ്റെ 2 സൈഡിലുള്ള പ്രഷർ എന്താവുക, ബാലൻസ് ചെയ്യുക. ഹെൽപ്പ് ടു ബാലൻസ് ഓൺ ബോത്ത് സൈഡ് ഓഫ് ടിംബാനം. ടിംബാനത്തിൻ്റെ ഇരുവശങ്ങളിലുള്ള മർദ്ദം ക്രമീകരിക്കുന്നു. പിന്നെന്താ, ഇതിലൂടെ പോകുന്ന ഫ്ലൂയിഡിൻ്റെ ഒക്കെ ഫ്ലോ ഫെസിലിറ്റേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ മ്യൂക്കസിൻ്റെ ഒക്കെ ഫ്ലോ ഫെസിലിറ്റേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ എന്താ, ഇതിലൂടെ പോകുന്ന ദ്രാവകത്തിൻ്റെയും ശ്ലേഷ്മത്തിൻ്റെയും വേഗത വർദ്ധിപ്പിക്കുക, ഉത്തേജിപ്പിക്കുക. സെറ്റാണല്ലോ. ഇത് ഈ ഭാഗങ്ങളൊക്കെ പഠിച്ചിരിക്കണം. ഇപ്പം ഞാൻ പറയുന്നത് എന്താണ്, ഈ ഒരു അടയാളപ്പെടുത്താനുള്ള ഭാഗങ്ങളാണ് കേട്ടോ. അപ്പോൾ ചെവിയുടെ ഈ ഭാഗം എൻ്റെ മക്കൾ എന്താണ് കൃത്യമായി നോക്കിയിരിക്കണം. അതേപോലെ തന്നെ കോക്ലിയൻ്റെ ഈ ഒരു ഭാഗം,
കോക്ലിയ, ചെവി തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കോക്ലിയ അടയാളപ്പെടുത്താൻ ചോദിക്കും. കോക്ലിയയിൽ നോക്കുന്ന സമയത്ത് കോക്ലിയക്ക് 3 ചേമ്പറുകളാണ്. അപ്പർ ചേമ്പർ, മിഡിൽ ചേമ്പർ, ലോവർ ചേമ്പർ. ഓക്കെ, അപ്പർ ചേമ്പറിൽ നല്ല ശ്രദ്ധിക്കണം. ഈ അപ്പർ ചേമ്പറിൽ കൂടെ ഒരു ഫ്ലൂയിഡ് ഇങ്ങനെ ഒഴുകി ഒരു ദ്രാവകം, ഒരു വെള്ളം ഇങ്ങനെ ഒഴുകി ഇങ്ങനെ പോകുന്നതും ലോവർ ചേമ്പർക്കാണ്. അതായത് അപ്പറിലും ലോവറിലും, മുകളിലെ അറയിലും താഴത്തെ അറയിലും ഒരേ ദ്രാവക, അതാണ് പെരിലിംഫ്. ഇനി നടുവിലുള്ള ഈ ഒരു സെൻറ്ററിലുള്ള ഒരു അറയുണ്ട്, അതിൻ്റെ പേരാണ് മധ്യ അറ, മിഡിൽ ലെയർ, മിഡിൽ ചേമ്പർ. ഇതിൻ്റെ ഉള്ളിലൊരു ഫ്ലൂയിഡാണ് എന്ത്? എൻഡോലിംഫ്. പിന്നെ ഇവിടെ കാണുന്ന ഈ ഒരു മെംബ്രെയിനാണ് ബേസിലാർ സ്റ്റെരം അല്ലെങ്കിൽ ബേസിലാർ മെംബ്രെയിൻ. ഇതാണ് ഓവൽ വിൻഡോ. ഇവിടെ താഴെയുള്ളതാണ് റൗണ്ട് വിൻഡോ. ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ഒക്കെ ഒന്നാട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നോക്കി വെക്കണം, ഈ ചിത്രം നോക്കി വെക്കണം. ഓക്കെ, ആ 3-ാം ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചിത്രങ്ങൾ മാത്രമാണ് സാർ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നല്ല നോക്കുക. പിന്നെ നമ്മുടെ ഈ ഒരു ഭാഗം ബോഡി ബാലൻസ് സഹായിക്കുന്ന വെസ്റ്റിബുലാർ സിസ്റ്റത്തിൽ ഇങ്ങനെ ഒരു ചിത്രം തന്നിട്ടുണ്ടെങ്കിൽ ഇത് ചോദിച്ചിട്ട് ഒരുപാട് പേപ്പറിൽ കണ്ടിട്ടുണ്ട്, നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇതാണ് സെമി സർക്കുലർ കനാൽ. മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം ഒക്കെ സെയിം ആണ്. ഇതാണ് സാക്യൂള്, ഇതാണ് യൂട്രിക്കിൾ സാക്യൂൾ. ഇതിനെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് വെസ്റ്റിബ്യൂൾ. ഇവിടുന്ന് പോകുന്ന ഒരു നെർവ് ഉണ്ട്, അതിൻ്റെ പേരാണ് വെസ്റ്റിബുലാർ നെർവ്. അതിൻ്റെ പേരാണ് വെസ്റ്റിബുലാർ നാഡി, വെസ്റ്റിബുലാർ നെർവ്. ഇത് യൂട്രിക്കിൾ സാക്യൂൾ. ഇത് രണ്ടിനും കൂട്ടി വിളിക്കുന്ന പേരാണ് വെസ്റ്റിബ്യൂൾ. ഇതാണ് സെമി സർക്കുലർ കനാൽ. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഹെയർ സെൽസ്, രോമകോശങ്ങളെ കാണാൻ പറ്റും. ഹെയർ സെൽസ്, രോമകോശങ്ങൾ. ഇതിൻ്റെ മക്കൾ എന്താവണം? നോക്കിയിരിക്കണം. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഇനിയും നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന് സെക്കൻഡ് ചാപ്റ്റർ, കാരണം ക്രിസ്മസ് എക്സാമിന് ആ ചാപ്റ്ററിനൊക്കെ ഉണ്ട്, ആ ചാപ്റ്ററിൽ നിന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിഗറും അതിൽ നിന്നുള്ള ചോദ്യങ്ങളുമായിട്ട് സാറ് വരാം. അപ്പോൾ എൻ്റെ മക്കൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്താവുക, നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് എന്താവുക നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്താവുക അറിയിക്കാം. അപ്പോൾ മക്കളെ, ഓക്കെ, ബൈ.